Hi traders, welcome back to Market Waves. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച 28/6/2024 24,009 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി, അതായത് നമ്മുടെ ചാർട്ടിൽ കാണിക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. അത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകിയത് എന്ന് വേണം നമുക്ക് കരുതാൻ. ഓപ്പൺ ചെയ്തത് 23,992 എന്ന ലെവലിലാണ്. എന്നാൽ ഇന്ന് ഏതാണ്ട് 170-ലധികം പോയിന്റ് മൂവ്മെന്റ് തന്നു അപ്വേർഡ് സൈഡിലേക്ക്. രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അവിടെ നിന്നും കാര്യമായ ലോയൊന്നും നമുക്കുണ്ടായില്ല. ഉടൻ തന്നെ അപ്വേർഡ് മൂവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. കൃത്യമായി എൻ്റർ ആകാൻ കഴിഞ്ഞവർക്ക് ആദ്യത്തെ രേഖപ്പെടുത്തിയ പ്രധാന റെസിസ്റ്റൻസ് എന്ന ലെവലിലേക്ക്, അതായത് 24,086 എന്ന ലെവലിലേക്ക് വളരെ നീറ്റായ ഒരു ട്രേഡ് ലഭിച്ചിട്ടുണ്ട്. ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം, കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു, ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ബേസ് ലോ ഓർത്തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക. അത്തരത്തിൽ എൻ്ററായി ക്ലോസിങ്ങിന് മുകളിൽ, തലേ ദിവസത്തെ ക്ലോസിങ്ങിന് മുകളിൽ അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു എന്ന് കണ്ടപ്പോൾ തന്നെ പിന്നീട് കിട്ടിയ ഡിക്ലൈനിൽ എൻ്റർ ചെയ്യാം, ഡേയ്സ് ലോ ഓർത്തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതിയ ഏതൊരാൾക്കും വളരെ വേഗം തന്നെ നല്ല ടാർഗറ്റുകൾ ലഭിച്ചിരുന്നു. ഇനി നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഫസ്റ്റിലത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മൈനർ റെസിസ്റ്റൻസുകളാണ് ഈ ലെവലുകൾ. എല്ലാം ആവശ്യം തന്നെ എങ്കിൽ തന്നെയും അവ മൈനറാണ്, അത്രേ ഒരു സ്ട്രോങ് ഏരിയകളല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഏരിയ ബ്രേക്ക് ചെയ്ത് വീണ്ടും കിട്ടിയ ഡിക്ലൈൻ, അവിടെ എൻ്റർ ആയവർക്കും ഡേയ്സ് ലോ വളരെ റേഞ്ചുള്ള സ്റ്റോപ്പ് ലോസുകളാണ്, എൻ്റർ ആവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റിലെ എൻ്റർ ആകാൻ കഴിഞ്ഞാതിരുന്നവർ പലരും ഇന്ന് ട്രേഡ് വേണ്ട എന്ന് വെച്ചു. ഇന്നത്തെ ട്രേഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത ദിവസം വളരെ നല്ല മൂവ്മെന്റ് കിട്ടിയാലോ എന്ന് കരുതി ഇന്ന് പ്രധാന ട്രേഡേഴ്സ് പലരും, എനിക്ക് സ്ഥിരമായി നല്ല വലിയ പ്രോഫിറ്റുകൾ തന്നുകൊണ്ടിരുന്ന പലരും ഈ 170-ലധികം പോയിന്റ് മൂവ് കിട്ടിയിട്ടും വ്യക്തമായ ഒരു എൻട്രി കിട്ടാത്തതിനാൽ ട്രേഡ് എടുത്തില്ല എന്നുള്ള അവരുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അവർ ഫ്രീ ആയി വാച്ച് ചെയ്തു എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ്, ഒരു ഡെവലപ്മെന്റ് തന്നെയാണ് എന്ന് എനിക്കത് പറയാൻ കഴിയുള്ളൂ. കാരണം എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുക എന്നതല്ല, നല്ല ദിവസങ്ങൾ നോക്കി ട്രേഡ് ചെയ്യുക. ഒരു മോശം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നതും വലിയ പ്രോഫിറ്റ് തന്നെയാണ്. ചില വ്യക്തികൾ അയച്ച സന്ദേശങ്ങളിൽ ഇന്ന് ട്രേഡ് ചെയ്യാമെന്ന് കരുതിയാൽ ഒരുപക്ഷെ അടുത്ത ദിവസം ട്രേഡ് ചെയ്യാൻ ക്യാപിറ്റൽ ഉണ്ടായെന്ന് വരില്ല, അതുകൊണ്ട് ഇന്നത്തെ ട്രേഡ് വേണ്ട എന്ന് വെച്ചു എന്നാണ് പറഞ്ഞത്. എന്നാൽ വ്യക്തമായി ക്യാൻഡിൽ റീഡിങ്, ക്യാൻഡിൽ പാറ്റേണുകളെ വായിക്കാൻ കഴിയുന്നവർക്ക് കുഴപ്പമല്ലാത്ത ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ, അത്തരത്തിൽ പഠിക്കാൻ കഴിഞ്ഞവർക്ക്, അവസരം ലഭിച്ചവർക്ക് വ്യക്തമായി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു. ചെറിയ ക്വാണ്ടിറ്റികൾ എടുത്തവർ പോലും നല്ല റിസൾട്ടുകൾ തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്കറിയാം, പ്രൈസ് ഓൾവേസ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ആയിരുന്നു. ഒരു കൺസോളിഡേഷൻ പോലെയുള്ള ഒരു ചാനലിൽ മൂവ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഈ ടൈം ഡികെ മൂലം പ്രീമിയം മെൽറ്റിംഗ് നന്നായി അനുഭവപ്പെടുന്നതുകൊണ്ട് കാര്യമായ ലാഭം ലഭിക്കാൻ സാധ്യത ഇല്ലായിരുന്നു. എന്നാൽ ചില മൂവ്മെന്റുകൾ നന്നായി ലഭിക്കുകയും അവ വ്യക്തമായി തിരിച്ചറിഞ്ഞ് ഒപ്പം ചേരാൻ കഴിഞ്ഞവർക്ക് മാത്രം നല്ല പ്രോഫിറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് ട്രേഡ് ചെയ്തില്ല എന്ന് കരുതി അതൊരു പ്രശ്നമല്ല. നല്ല കണ്ടീഷൻസ്, നല്ല മാർക്കറ്റ് സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ട്രേഡ് ചെയ്യാൻ കഴിയുക എന്ന് അങ്ങനെ തീരുമാനിച്ച് മാറി നിൽക്കുക എന്ന് പറയുന്നതും വളരെ നല്ല ഡെവലപ്മെന്റ് ആണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് ട്രേഡ് ചെയ്യാൻ കഴിയാതിരുന്നവർ ഒരു കാരണവശാലും നിരാശരാകേണ്ടതില്ല. നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികൾ തിരഞ്ഞെടുത്ത് ട്രേഡ് ചെയ്യുന്നതിലാണ് ഒരു നല്ല ട്രേഡറുടെ മികവ് എന്ന് തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് വ്യക്തിപരമായി ഞാൻ എനിക്ക് വേണ്ടി തന്നെ തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ സന്തോഷം, ലാഭമുണ്ടാക്കുന്നതിൽ സന്തോഷം, നഷ്ടമുണ്ടാക്കിയാൽ തീർച്ചയായും സങ്കടം തന്നെയാണ്. എങ്കിലും അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളത്തെ ലെവൽ എന്താണ് എന്ന് പരിശോധിക്കാം. 24,118 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ
24,164 എന്ന ഇന്നത്തെ ഉയരം തന്നെയാണ് ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ ചെറിയ ഒരു മൈനർ റെസിസ്റ്റൻസ് 24,154 എന്ന ലെവലിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് പ്രധാന റെസിസ്റ്റൻസായി ആദ്യം ലഭിച്ചേക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസായി രേഖപ്പെടുത്തിയ 24,164 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. എന്നാൽ ഈ ലെവലിൽ എത്തുമ്പോഴും നമ്മൾക്ക് അല്പം പേടി വെപ്രാളമുള്ളവർക്ക് ഈ 24,154 എന്ന ലെവലിൽ എത്തുമ്പോഴേക്കും തന്നെ പ്രോഫിറ്റ് എടുക്കാൻ കഴിയും. ഇത്ര ലെവൽ വരെ എത്തിയാൽ മാത്രമേ ടാർഗറ്റ് എടുക്കൂ എന്ന ഷാഢ്യ ബുദ്ധിയിൽ നിന്നും പിന്മാറണം. മറിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക എത്രയാണോ അതിന്റെ ഒരു 7%, 8%, 10% ഒക്കെ കിട്ടിയ ലോട്ടറി എന്ന് കരുതി മാറി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് റീ എൻറ്റർ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ട്രേഡുകളുടെ എണ്ണം കൂടിയേക്കാം. എങ്കിലും അതിനകത്തൊക്കെ ഈ ബ്രോക്കറേജ് വരുന്നതൊക്കെ അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഓവർ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. നമ്മൾക്ക് ഓരോ പ്രാവശ്യം ട്രേഡ് ചെയ്യുമ്പോഴും ഒരു 7%, 8% പ്രോഫിറ്റ് കിട്ടുന്നെങ്കിൽ ഒരു 10 പോയിന്റ്, 8 പോയിന്റ്, 12 പോയിന്റ് പ്രോഫിറ്റ് കിട്ടുന്നുവെങ്കിൽ എന്താണ് നഷ്ടം? അതുകൊണ്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ ട്രേഡുകൾ എങ്ങനെയായിരിക്കണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ച് ആ പ്ലാനുകളെ ട്രേഡ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ തരത്തിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അതല്ലെങ്കിൽ തൊട്ട് താഴത്തെ സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രധാന റെസിസ്റ്റൻസ് ആയ 164 മുകളിൽ ക്ലോസ് ചെയ്താൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ കാണിച്ചാൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയി സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിനു മുകളിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ലെവൽ അത് 24,174-75 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ വീണ്ടും ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകൾ എന്ന ലെവലിൽ ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് 24,206, 245, 289 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. എന്നാൽ ഇതിന് മുകളിലോട്ട് വീണ്ടും പ്രൈസ് മൂവ് ചെയ്യുകയാണ് എങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടായാൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ നിഫ്റ്റിയുടെ കാര്യത്തിൽ തീർച്ചയായും ശ്രമിക്കുന്നതാണ്. മറ്റ് ഇൻഡെക്സുകളും ഞാൻ വാച്ച് ചെയ്യുകയാണെങ്കിൽ ലഭിക്കും. എന്നാലും ആരുടെയെങ്കിലും സന്ദേശം ഇത്തരത്തിൽ എനിക്ക് പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടായാൽ അപ്പോൾ തന്നെ അത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പരമാവധി പരിശ്രമിക്കുന്നതുമാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫെയിൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ പ്രധാന ലെവൽ എന്ന് പറഞ്ഞ് 24,118 എന്ന ലെവലിന് താഴെ, അതായത് 24,100 ലെവലിൽ 107 ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എങ്കിലും അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ വീണ്ടും ഡൗൺ സൈഡിലോട്ട് സഞ്ചരിച്ചേക്കാമെന്ന് പ്രതീക്ഷിക്കുകയും 24,096, 24,086 എന്ന പ്രധാന സപ്പോർട്ട്, അതിനുശേഷം 24,059, 24,010 എന്ന ലെവലുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് സൂം ചെയ്താൽ തീർച്ചയായും ഇത് വായിക്കാൻ കിട്ടുന്നതാണ്. ഞാനത് കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്, മൊബൈലിലും പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം വിശദമായി പറയാൻ പോകുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നു, അത് ചിലർക്ക് ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. എനിക്കിതിപ്പോ ഇങ്ങനെ നിർത്തി ഓരോന്ന് പറയുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ അങ്ങനെ എല്ലാവരുടെയും ടൈം അതാണല്ലോ പ്രധാനം, സമയമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, അത് നഷ്ടപ്പെടുത്തരുത് എന്ന് ചിന്തിച്ചാണ് ഇത്ര വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 52,618 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്നാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്, പ്രധാന റെസിസ്റ്റൻസ്. എന്നാൽ
51,786 പ്രധാന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനിടയിൽ ധാരാളം മൈനർ സപ്പോർട്ട് ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള മൈനർ സപ്പോർട്ട്, അതായത് 52,397, അതുപോലെ തന്നെ പ്രധാന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ള 52,618 എന്ന ലെവലുകൾക്കിടയിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷൻ എങ്ങോട്ടോ അങ്ങോട്ടേക്ക് ട്രേഡ് ചെയ്യും. അതിപ്പോൾ അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ്, ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ അപ്പോൾ തന്നെ ടാർഗറ്റ് ബുക്ക് ചെയ്യും. അതിനുശേഷം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണെങ്കിലും അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ, അതായത് 52,725 എന്ന ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യുകയോ അതിനു മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്: 52,885, 53,036, 53,105, 180 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്ത് വീണ്ടും കാണുക എന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരമെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി പ്രധാനമായും കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ആദ്യം ലഭിക്കണം എന്ന് കരുതുന്നത് ഈ ലെവലാണ്. ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയി സ്റ്റോപ്പ് ലോസ് ആയി രേഖപ്പെടുത്തിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ 52,286, 165, 51,960, 51,786, 557 എന്നിങ്ങനെയുള്ള ലെവലുകൾ താഴോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ലെവൽ 54,786 ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാൻ സാധ്യതയുണ്ട്. അവിടെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ട് പോരുകയാണെങ്കിൽ 51,246 എന്ന ലെവലായിരിക്കാം പിന്നീടുള്ള പ്രധാന സപ്പോർട്ട്. അപ്പോൾ ഇത് കാണാമെന്ന് കരുതുന്നു. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 79,674 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇതുവരെ രേഖപ്പെടുത്തിയ എവർ ടൈം ഹൈ തന്നെയാണ്. എന്നാൽ സപ്പോർട്ടായി 79,400 ലെവലാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ഉയരം ആയ 79,561 എന്ന ലെവലും ഒരു മൈനർ റെസിസ്റ്റന്റ് ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പ്രൈസ് ഇവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ, ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ലഭിക്കുന്ന ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് മാത്രമാണ് ഞാൻ എൻ്റെ പ്ലാനിൽ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ബൈയിങ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ മൈനർ റെസിസ്റ്റന്റ് തന്നെയാണ്. അത് ഇന്നത്തെ ഡേയ്സ് ഹൈ ആണ്, 79,561 ആണ്. അതിനു മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നിരുന്നാലും അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് പോയേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ഇതുവരെ രേഖപ്പെടുത്തിയ എവർ ടൈം ഹൈ ആയ 79,674 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് 1 മണിക്കൂർ ക്യാൻഡിൽ ക്ലോസ് ആകുന്ന പക്ഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടിയാൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് പ്രൈസ് റിവേഴ്സ് ചെയ്യുമ്പോൾ ഏത് സപ്പോർട്ടിൽ നിന്നാണോ പ്രൈസ് റിവേഴ്സ് ചെയ്യുന്നത് എന്ന് നോക്കി വീണ്ടും എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസ് അപ്പോൾ ലഭിക്കുന്ന ലെവൽ കൊടുത്തുകൊണ്ട് തന്നെ അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ഈ ലെവലിന് മുകളിൽ വീണ്ടും ക്ലോസ് ആവുകയാണെങ്കിൽ തീർച്ചയായും തൊട്ട് മുകളിൽ ചേർത്തിരിക്കുന്ന ടാർഗറ്റുകൾ ലഭിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 79,736,
778, 832, 892, 96, 954, 79,954 എന്നിങ്ങനെയുള്ള ലെവലുകൾ നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. എന്നാൽ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുന്നു, പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയ 79,400, 368 എന്ന ലെവലുകൾക്ക് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ വീണ്ടും ക്ലോസ് ആവുകയാണ് എന്ന് ഫീൽ ചെയ്താൽ, അങ്ങനെയാണ് കാണുന്നതെങ്കിൽ തുടർന്ന് താഴോട്ട് രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. 79,253, 79,025, 78,906 എന്നിങ്ങനെയാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ. എന്നാൽ 78,847 ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന ലെവലിലാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയവയെല്ലാം പ്രധാന സപ്പോർട്ടുകളായാണ് ഞാൻ കണക്കാക്കുന്നത്. വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ലെവലുകൾ താല്പര്യമുള്ളവർ കൃത്യമായി രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാളത്തേക്കുള്ള 3 ഇൻഡെക്സുകളുടെയും ലെവലുകൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ളവർ ഉപയോഗിക്കുക. ഇതെന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ തയ്യാറാക്കുന്ന പ്ലാനാണ്. നിങ്ങൾക്കായി അത് ഒരു പഠനാർത്ഥം പോസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർ ഉപയോഗിക്കുക. നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ആദ്യമായി കടന്നു വരുന്നവരാണ് നിങ്ങളെങ്കിൽ, താല്പര്യപ്പെട്ടു, നിങ്ങൾക്ക് ഗുണപ്പെടുന്നുണ്ട്, ഗുണകരമായി ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് നൽകുക, പ്രൊമോട്ട് ചെയ്യുക. സാധാരണയായി കണ്ടുവരുന്നവർ, സ്ഥിരമായി കാണുന്നവർ കൃത്യമായും അവർക്ക് കാര്യങ്ങൾ അറിയാം, അവരതിനനുസരിച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നാളെയും നല്ല മൂവിങ് എല്ലാ ഇൻഡെക്സുകളിലും ലഭിക്കട്ടെ. അതത് ഇൻഡെക്സുകൾ ചൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് നല്ല ലാഭം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.